നട്ടലിനുറപ്പണമെങ്കിൽ കേസെടുക്കട്ടെ. രാഹുൽ ഈശ്വർ പരസ്യമായി വെല്ലുവിളിക്കുകയാണ്. നട്ടലിനുറപ്പണമെങ്കിൽ കേസെടുക്കട്ടെ. രാഹുൽ ഈശ്വർ ഈ പറഞ്ഞ ഞാൻ ഒന്നുകൂടെ പറയാം. എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒരു സൗഹൃദവുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ ഈശ്വറായ എന്നെ ഇന്ത്യൻ ഫാസിസത്തിന്റെ ചിരിക്കുന്ന മുഖമെന്നും അർണബ് ഗോസ്വാമി നോർത്ത് ഇന്ത്യയിൽ പോയിസണും രാഹുൽ ഈശ്വർ കേരളത്തിൽ സ്ലോ പോയിസൺ എന്നും വിളിക്കുന്ന വ്യക്തിയാണ്. ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാം. നമ്മുടെ പുരുഷ കമ്മീഷന് വേണ്ടി ഞങ്ങൾ നീക്കം നടത്തിയപ്പോൾ നമ്മുടെ നിയമസഭയിൽ CPM-ലെ ഷംസീർ സാർ വരെ സ്പീക്കർ അനുമതി വന്നു അത് അവതരിപ്പിക്കാൻ എൽദോസിന്. അപ്പോൾ VD സതീശൻ ജിയാണ് അവതരിപ്പിക്കുന്നതിന്റെ തലേ ദിവസം വിളിച്ചത് വേണ്ടാന്ന് പറഞ്ഞത്. ഞാൻ എന്നിട്ട് ഷാഫി പറമ്പിലിനെ കുഞ്ഞാലിക്കുട്ടി സാറിനെ വിളിച്ചിരുന്നു. ഷാഫി പറമ്പിലിനോട് ഇടപെട്ട് അങ്ങനെ പുരുഷ കമ്മീഷൻ വേണ്ടെന്ന് പറഞ്ഞാലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. എനിക്ക് കുറച്ച് ദേഷ്യമുള്ള ആൾ കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷേ നമ്മളൊരു മിനിമം മര്യാദ കാണിക്കണം, സത്യസന്ധതയുടെ ഒരു കണികയെങ്കിലും കാണിക്കണം. പക്ഷേ ഇവിടെ എന്താ തെളിവ് എന്താ ഉള്ളത് സർ? ഇനി രണ്ട്, ആ പെൺകുട്ടി വിളിക്കുമ്പോൾ പെൺകുട്ടിയുടെ കൂടെ മറ്റൊരു പെൺകുട്ടി കൂടെ ഉണ്ട്, പ്രോംപ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ വിഷയങ്ങൾ നമ്മൾ നോക്കണ്ടേ? രാഹുൽ മാങ്കൂട്ടത്തിലിനെ പരാതി വരട്ടെ, പരാതിയിൽ പോലീസ് അന്വേഷിക്കട്ടെ. ഇപ്പം ശ്രീ പിണറായി വിജയൻ സഖാവിന്റെ പോലീസാണ് ഇരിക്കുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒരു ഫേവറും കാണില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ കുറച്ച് ധാർഷ്ട്യമുണ്ട്. അത് പത്മജാജിയുടെ കാര്യത്തിലാണെങ്കിലും സഖാവ് പിണറായി വിജയൻ സാറിനെ ആണെങ്കിലും മോശം പറഞ്ഞിട്ടുള്ള ആളാണ്. ഒരു കാരണവശാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സൗജന്യവും കിട്ടില്ല. അന്വേഷണം നടക്കട്ടെ, കോടതി കേസ് വരട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തിനാ രാജിവെക്കുന്നത്? മുകേഷ് ഏട്ടൻ നിരപരാധിയാണെന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയോട് സംസാരിക്കുന്ന കേട്ടാൽ, ഈ പ്രഗ്നന്റ് ആയി എന്ന് പറയുന്ന പെൺകുട്ടിയോട് സംസാരിക്കുന്ന കേട്ടാൽ രാഹുൽ മാങ്കൂട്ടത്തിലാണോ പ്രഗ്നന്റ് എന്ന് തോന്നും. കാര്യം രാഹുൽ മാങ്കൂട്ടത്തിലാണ് ടെൻഷൻ അടിക്കുന്നത്. എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടും. ഓർത്ത് തെളിവ് ചോദിക്കുക. ഇനി മളവിയ മാരത്തോടാണ് തെളിവ് ചോദിക്കുക എന്നുള്ളത് സ്ത്രീവിരുദ്ധമല്ല മാഡം. തെളിവ് ചോദിക്കുക, കോടതിയിൽ പോവുക, കോടതി വിധിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ജുഡീഷ്യൽ ലീഗൽ പ്രോസസ്. അതുകൊണ്ട് തെളിവ് ചോദിക്കുന്ന സ്ത്രീവിരുദ്ധമാണെന്ന് ആരും പറയുന്നത്. അതാണ് കോടതി വേണ്ടേ മാഡം? സ്ത്രീവിരുദ്ധം തന്നെയാണ്. താങ്കൾ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും സ്ത്രീവിരുദ്ധം തന്നെയാണ്. കേരളത്തിലെ പുരുഷന്മാർ ഒരു എല്ലാ സ്ത്രീകളെയും സംശയമോനയിൽ നിർത്തുന്ന എല്ലാ സ്ത്രീകൾക്കും എതിരെ അലിഗേഷൻ പറയുന്നത് അബ്സല്യൂട്ട്ലി സ്ത്രീവിരുദ്ധമാണ്. ശരിക്കും വിമൻസ് കമ്മീഷൻ ഇതിന്റെ പേരിൽ നിങ്ങൾക്കെതിരെ കേസെടുക്കേണ്ടതാണ്. മാഡം നട്ടലിനുറപ്പണമെങ്കിൽ കേസെടുക്കട്ടെ. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്.